ഹായ്, വെൽക്കം ബാക്ക്. 2 ചോക്ലേറ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ. എൻ്റെ കസിൻ യുഎഇന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് രണ്ടും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് എടുത്തതാണ്. ആദ്യത്തെ മേഴ്സി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ യൂറോപ്യൻ ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടപ്പോഴേ എൻ്റെ പാക്കിങ്ങിനെല്ലാം എനിക്ക് ഇഷ്ടമായി. അത് തുറക്കുമ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇതിൽ തന്നെ ഒരു 7-8 ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. അസോർട്ടഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ്, പല ഫ്ലേവേഴ്സിലുള്ളത്. എനിക്കെൻ്റെ പാക്കിങ് ആദ്യം കണ്ടപ്പോഴത്തേക്ക് പണ്ട് മെക്കാനിക്കൽ പെൻസിലിൻ്റെ അകത്ത് ലിഡൊക്കെ വരുമായിരുന്നു, ഒരു ബോക്സ്, ആ ബോക്സ് പോലെ തന്നെ തോന്നിയത്. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, കാണാനുള്ള ലുക്ക് മാത്രമല്ല ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് ചോക്ലേറ്റ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതും പല സ്ഥലത്തു നിന്നുള്ളതും പല ചോക്ലേറ്റ്സ് ഞാൻ വർഷങ്ങളായിട്ട് ടേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും നല്ല ചോക്ലേറ്റ് ആയിട്ട് തോന്നിയത് ഇതാണ്. ഒത്തിരി ഇഷ്ടമായി. ഇതിന് പ്രാലിൻ, ഹേസൽനട്ട് പ്രാലിൻ, പിന്നെ വേറെ എന്തായിരുന്നു, ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട്, ഹേസൽനട്ട് ആൽമണ്ട് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ടേസ്റ്റ് ചെയ്തു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ആർക്കെങ്കിലും നല്ലൊരു ചോക്ലേറ്റ് റെക്കമെൻഡേഷൻ വേണമെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു. മേഴ്സി ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് അടങ്ങിയിരിക്കുന്നുണ്ട്. ഓരോന്നും ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അകത്തിരിക്കുന്ന ആ ക്രീമിലും നല്ല മെൽറ്റിംഗ് ടൈപ്പിൽ, ഞങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് തന്നെ കഴിച്ചത്. നല്ല സിൽക്കി ക്രീമി ആയിട്ടുണ്ടായിരുന്നു. ഡാർക്ക് ക്രീം, പ്രാലിൻ ക്രീം, അതിൻ്റെ ഓരോ വെറൈറ്റീസാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. ഡാർക്ക് മൂസ്, പ്രാലിൻ, ഹേസൽനട്ട് ക്രീം, ആൽമണ്ട് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട്. ഹേസൽനട്ട്, ആൽമണ്ട്, കോഫി ആൻഡ് ക്രീമും ഉണ്ടായിരുന്നു. അതിലൊരു കോഫിയുടെ ടേസ്റ്റും ഒരു താഴെ ഒരു മിൽക്ക് ബേസ് ആയിട്ടുള്ള ചോക്ലേറ്റും ആയിരുന്നു. അപ്പോൾ കുറച്ച് എക്സ്പ്രഷനും കൂടെ ഇടാം. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് 3 കൂടെ കഴിക്കാൻ പോവുകയാണ്. ഹേസൽനട്ട് ക്രീം, അതിൻ്റെ അകത്ത് ക്രീമൊക്കെ നല്ല മെൽറ്റ് ആയിരുന്നു കേട്ടോ. ക്രീം പുറത്ത് ചാടുന്ന ചോക്ലേറ്റ് ആസ്വദിച്ച് കഴിക്കുമ്പോൾ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടോ? അതാണ് ഇത്. പാട്ടുമുണ്ട് എൻ്റെ കൂടെ. ഇനി വേറൊരു കോമ്പിനേഷൻ, മാഷ്മെല്ലോ ആണ്, ചോക്ലേറ്റ് മാഷ്മെല്ലോ. അത് മാമ തന്നിട്ടതല്ലേ മോളൂ. മാമ തന്നിട്ട് മാഷ്മെല്ലോയും പിന്നെ മേഴ്സി ചോക്ലേറ്റും ഇടയിൽ വെച്ചിട്ട് ക്രീമും കൂടെ ആക്കി 2 കൂടെ കഴിക്കും. അവരെന്നെ കണ്ടുപിടിച്ച കോമ്പിനേഷൻ അവരെന്നെ ട്രൈ ചെയ്യുന്നു, ടേസ്റ്റ്. ഇനി അടുത്ത് നമുക്ക് ഒരു ചോക്ലേറ്റിൻ്റെ അൺബോക്സിങ്ങും ടേസ്റ്റിങ്ങും ഉണ്ട്, അതും കൂടെ കാണാം. പിസ്ത ഗുനാഫ ചോക്ലേറ്റ്. ഇതിൻ്റെ ഇടയിൽ കൂടെ വമ്പൻ അടിയൊക്കെ നടക്കും. 2 പേർക്കും അൺബോക്സ് ചെയ്ത് വീഡിയോ എടുക്കണമെന്നുള്ളതാണ് കേട്ടോ പ്രശ്നം. അപ്പോൾ പിന്നെ അതും കൂടി ഡോക്യുമെൻ്റ് ചെയ്തെന്ന് വെച്ചു. ഇതാ തുറക്കുന്നു. ഇപ്പോൾ ഒരാൾ പുറത്തെ കവർ തുറക്കാമെന്ന് പറഞ്ഞു, ഒരാൾ അകത്തെ കവർ തുറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സമവായത്തിലെത്തി. ഇതിൻ്റെ ടേസ്റ്റിങ് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച സാധനമാണ്. പക്ഷേ ഇതുവരെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഉടനെ ഉണ്ടാക്കും, എന്തെങ്കിലും ഒരിക്കൽ ഞാൻ ഉണ്ടാക്കും. അത്രയും ഉണ്ടാക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ അകത്തത് ഇങ്ങനെയായിരുന്നു കേട്ടോ, നിറയെ ഹാർട്ടുകൾ ചേർന്ന പോലെ. ഇത് ഓരോന്നായിട്ട് ഇളക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോന്നെടുത്ത് കഴിച്ചു. ഇതിൻ്റെ റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ ഹൈപ്പിനുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നുമില്ല. ഞാൻ മേഴ്സി ഇതും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ മേഴ്സിയെ ഞാൻ പറയുള്ളൂ. ഇത് കൊള്ളാം, അകത്തൊരു ക്രിസ്പിയാണ്, ഒരു പിസ്തയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്, പുറത്തെ ചോക്ലേറ്റും ഒക്കെ കൊള്ളാം. ഈ ടെക്സ്ചറിൻ്റെ വ്യത്യാസത്തിലും ആ ഒരു ക്രിസ്പും പിന്നെന്താണ് കുനാഫ ഡോയിൻ്റെ ഒരു ക്രിസ്പ് സാധനവും ഇതെല്ലാം കൂടെയാണ് അതിനൊരു വെറൈറ്റി ടേസ്റ്റ് വരുന്നത്. കൊള്ളാം, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്ര വമ്പ സംഭവമൊന്നുമല്ല. ഓവർ എക്സ്പെക്റ്റേഷൻ ഹേർട്സ് എന്നാണല്ലോ, അതൊരു ലൈഫ് ലെസൺ. സൂപ്പർ. പിസ്തയുടെ രുചി ഉണ്ടാ? ഇതിൻ്റെ അകത്തുണ്ടോ ഗ്രീൻ കളറിലൊരു പിസ്ത ക്രീമും കാണും, പിന്നെ കുനാഫ എന്ന് പറഞ്ഞാൽ മറ്റേ സേമിയ പോലത്തെ ക്രിസ്പി ആയിട്ടുള്ള സാധനമുണ്ട്. അത് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ആ പിസ്ത ക്രീമിൽ പിസ്തയുടെ നല്ല ഫ്ലേവറും അതിൻ്റെ ടേസ്റ്റും ഉണ്ട്. പുറത്ത് ചോക്ലേറ്റ് 3 കൂടെ ആകുമ്പോഴത്തേക്ക് രസമുണ്ട്. ഇതൊക്കെയാണ് ടേസ്റ്റിംഗ് വിശേഷങ്ങൾ. ഇതുവരെ ആരും കാണാൻ ചാൻസ് ഇല്ല. എന്നാലും കണ്ടവർക്ക് താങ്ക് യു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.
അപ്പോൾ ഞങ്ങൾ 2 ടേസ്റ്റിംഗ് വീഡിയോ അൺബോക്സിംഗ് എല്ലാം കണ്ടല്ലോ. ബൈ. അസോർട്ടഡ് ആയിട്ടുള്ള മോസിയുടെ ചോക്ലേറ്റ് പറയാൻ വാക്കുകളില്ല കേട്ടോ. അതിൻ്റെ അത്രയൊന്നും ഇത് വന്നിട്ടില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.